ഗൈസ്, അപ്പം എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്തെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഞാൻ ഇത് രാവിലെ എണീച്ച് മമ്മീൻ്റെ കൂടെ മമ്മീൻ്റെ മറ്റേ പാവക്ക ഭവനിൽ പോയിട്ട് പാവക്കൊക്കെ മുറിക്കാൻ കേട്ടോ. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ ഈ കൃഷികളൊക്കെ പരിപാലിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, കറിവേപ്പിലിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് കറിവേപ്പില ഉള്ളതുകൊണ്ട് തന്നെ മമ്മി പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ. കറിക്കൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇവിടെ വന്നവളുടെ മെയിൻ പണി എന്ന് പറയുന്നത് നേരെ വരിക, ഈ ബീൻ ബാഗിൽ ഇരിക്കുക, ഹോട്ട്സ്റ്റാർ ഓൺ ചെയ്യുക, ഓരോ പുതിയ പുതിയ മൂവീസ് കാണാട്ട്. ഇതാണ് മെയിൻ പണി. അങ്ങനെ എമ്പുരാൻ കണ്ടുകിട്ടുന്നത്. പിന്നെ ഇതൊക്കെ മമ്മീൻ്റെ ഷോക്കേസ് കളക്ഷൻ ആണ് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും നമുക്ക് ടച്ച് ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല കേട്ടോ. എല്ലാം കണ്ണുകൊണ്ട് കാണാൻ മാത്രം. അതുകൊണ്ട് അത് മാത്രം മിന്നൂസ് തൊട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഗൈസ്, ഉമ്മയും ബാപ്പയും ഇല്ലാത്ത സമയത്ത് ഞാൻ വിചാരിച്ച മിന്നൂസ് ഭയങ്കര സീനാക്കുമെന്നായിരുന്നു. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കടക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രം ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു. എന്നാലും ആൾ സെറ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചക്ക് മാങ്ങ മുറിക്കും. അതിൻ്റെ കുറട്ടാണ് ആ മിന്നൂസ് തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കേണ്ട നേരമായി. ചോറുണ്ട്, മാങ്ങയുണ്ട്, അടിപൊളി മീൻകറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കൂമ്പ് വറവുണ്ട്, പിന്നെ നമ്മുടെ കൈപ്പൊക്കെയാണ് കേട്ടോ മുറ്റത്തുണ്ടായത്. പിന്നെ പപ്പടം, മീൻ പൊരിച്ചത്, അച്ചാർ, സാമ്പാർ എല്ലാം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ല രീതിക്ക് ചോറ് കഴിക്കും. ഉള്ള ആരും പറയുന്നത് കേട്ടോ. നല്ല രീതിക്ക് ഇവിടെ ഞാൻ ചോറ് കഴിക്കും. പിന്നെ ചോറ് തിന്നതിന് ശേഷം ഫുഡ് ഇരുന്നതിന് ശേഷം എല്ലാം ശേഷം നമുക്ക് ബത്തക്ക വേണം കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഇതങ്ങനെ ഈവനിങ് ആയിട്ട് നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ച ചായ ഇല്ലേ മമ്മിയുടെ കേട്ടോ. മമ്മി ഇപ്പോഴും സ്റ്റീൽ ഗ്ലാസ്സിലെ ചായ കുടിക്കും. പിന്നെ ഗൈസ്, നമ്മൾ ആൾക്കാർ കൂടിയോണ്ട് തന്നെ ടെറസിൻ്റെ മുകളിൽ കുറച്ചധികം തുണി ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാൻ വേണ്ടി ഇന്ന് തന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോഴത്തേക്ക് സൂര്യൻ്റെ കഠിനമായ പീഡനം ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ്, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവർ പ്രതീക്ഷിക്കാറുള്ളൂ, ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. എല്ലാത്തിനും മടിയാണ് കേട്ടോ. തുണി പൊറുക്കാനായിക്കോട്ടെ, പണിയെടുക്കാനായിക്കോട്ടെ, എല്ലാത്തിനും മടിയാണ്. പിന്നെ ഗൈസ്, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി ചെങ്ങമ്പുഴ പാർക്കിൽ പോകാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഊബർ വന്നിട്ടോ. പിന്നെ ഈ പാർക്ക് തൊട്ടടുത്താണ്. നമുക്ക് പോയി വരാൻ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. മിന്നൂസ് കഥ പറച്ചിലാട്ടോ. വണ്ടി എനിക്ക് കഥ പറച്ചിലായിരുന്നു. പിന്നെ ഗൈസ്, അന്ന് ഉമ്മയും പാപ്പയും നാട്ടിലായ സമയത്ത് മമ്മി നമ്മളെ കൂട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാർക്കിൽ. അന്ന് നമുക്ക് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതങ്ങനെ നമ്മൾ പാർക്കിലെത്തിയിട്ട് ഇവിടെ മെയിനായിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ അതുപോലത്തെ കുറേ കളിക്കേണ്ടതൊക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ട് കുറേ നേരം ഇരിക്കാം. ഈവനിങ് കഴിക്കാൻ ഇവിടെ ഒരുപാട് പേര് ജോഗിങ്ങിനും പിന്നെ അതുപോലെ തന്നെ പീസ്ഫുള്ളായി സമാധാനം കിട്ടാനൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, ഈ പാർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 2 ആനയുണ്ട് കേട്ടോ. ആന 2, ആന 1 അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ചെറിയ ആന. വലിയ ആനക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ കണക്കിന് മിന്നൂസിൻ്റെ കേട്ടോ ഫോട്ടോ കുറവ്. അങ്ങനെ മിന്നൂസിന് നമ്മൾ വലിച്ച് പിടിച്ച് കയറ്റി കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. മിന്നൂസിൻ്റെ സന്തോഷം കളിയൊക്കെ കണ്ടതിലേക്ക് ഓളെന്തോ വലിയ ഹൈപ്പിൽ ഇങ്ങനെ കയറിയത്. അങ്ങനെ ഇറങ്ങാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇറങ്ങി. പിന്നെ അടുത്തുള്ള കടയിൽ പോയി നമ്മൾ ഐസ്ക്രീമും മേടിച്ച് സന്തോഷമായി വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളൊരു മിനി വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.